എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും LDC മെയിൻസിനും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ ഒരു ടോപ്പിക്കാണ് ടെൻസസ്. അപ്പോൾ ടെൻസസിന് നമ്മൾ ഓൾറെഡി 4 ക്ലാസ്സുകൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്യൂച്ചർ ടെൻസിലെ സിമ്പിൾ ഫ്യൂച്ചർ വരെയാണ് പഠിച്ചു നിർത്തിയത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ആദ്യം നോക്കുന്നത് എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അറ്റ് ദിസ് ടൈം ടുമോറോ ഐ ഷാൽ ബി വാച്ചിങ് ദ ഫിലിം. അറ്റ് ദിസ് ടൈം ടുമോറോ ഐ ഷാൽ ബി വാച്ചിങ് ദ ഫിലിം. എന്താണ് അർത്ഥം? അറ്റ് ദിസ് ടൈം ടുമോറോ, നാളെ ഇതേ സമയം ഞാൻ എന്ത് ചെയ്യുകയായിരിക്കും? ഞാൻ ഫിലിം കാണുകയായിരിക്കും, ഞാനൊരു സിനിമ കാണുകയായിരിക്കും. അപ്പോൾ നാളെ ഇതേ സമയം ഞാൻ ഇന്നത് ചെയ്യുകയായിരിക്കും എന്ന് പറയാനായിട്ട് സൂചിപ്പിക്കുന്ന ടെൻസാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇതേ സമയം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഇതേ സമയം എന്ന് സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അത് തുടർച്ചയായിട്ട് അല്ലേ, ഞാൻ ഇതേ സമയം അത് ചെയ്യുകയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. എന്താണെന്ന് മനസ്സിലായാലും ഒറ്റ എക്സാമ്പിൾ തന്നെ മതി നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അറ്റ് ദിസ് ടൈം ടുമോറോ ഐ ഷാൽ ബി വാച്ചിങ് ദ ഫിലിം. ഞാൻ ഇതേ സമയം നാളെ എന്താണ് സിനിമ കാണുകയായിരിക്കും. ഞാൻ ഇതേ സമയം നാളെ സ്കൂളിൽ പാട്ട് പാടുകയായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നാളെ ഇതേ സമയം ഇത് ചെയ്യുകയായിരിക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. കിട്ടിയല്ലോ? അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഇവിടെ അറ്റ് ദിസ് ടൈം ടുമോറോ എന്നൊക്കെ പറയുന്നത് ടൈം വേർഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആദ്യം വരുന്നത് എന്താണ്? ഐ അല്ലേ. ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ഇവിടെ എന്താണ്? ഷാൽ ഉണ്ട് അല്ലേ. ഷാൽ വരാം, വില്ല് വരാം. അപ്പോൾ ഇവിടെ വരുന്നത് വിൽ ഓർ ഷാൽ. ഓക്കെ, വിൽ അല്ലെങ്കിൽ ഷാൽ വരാം പ്ലസ് ബി അല്ലേ. ഇവിടെ ബി എന്ന് പറയുന്ന ഒരു സാധനം കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ ഷാൽ കഴിഞ്ഞിട്ട് ബി വരുന്നുണ്ട്. അപ്പോൾ വില്ല് അല്ലെങ്കിൽ ഷാൽ പ്ലസ് ബി. ദെൻ വാച്ചിങ്. വാച്ചിങ് എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? വാച്ച് പ്ലസ് ING അല്ലേ. അപ്പോൾ വെർബിൻ്റെ കൂടെ INGയും കൂടെ ചേരുന്നതാണ് വരുന്നത് അല്ലേ. അപ്പോൾ ING ഫോം ഓഫ് ദി വെർബ്, ദെൻ റിമൈനിങ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് എന്ത് ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ, ഐ ഷാൽ ബി വാച്ചിങ് ദ ഫിലിം എന്നാണ്. ഐ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്, ഷാൽ ഉണ്ട്, അതിൻ്റെ കൂടെ ബി ഉണ്ട്, ദെൻ വെർബിൻ്റെ ING ഫോമാണ്, വാച്ചിങ് ആണ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോഴത്തേന് ഇതേ സമയം ഞാൻ നാളെ അത് ചെയ്യുകയായിരിക്കും എന്നതിന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. സ്ട്രക്ചർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈം വേർഡ്സ് എന്ന് പറയുന്നത് അറ്റ് ദിസ് ടൈം ആണ്. ഓക്കെ, അറ്റ് ദിസ് ടൈം ടുമോറോ, അറ്റ് ദിസ് ടൈം എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിച്ചിട്ട് എന്ത് എഴുതിയാലും അതെന്താണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ അറ്റ് ദിസ് ടൈം എന്ന് കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം അത് എന്ത് ടെൻസ് ആയിരിക്കും? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കിട്ടിയില്ലേ? അടുത്തത് നോക്കാം. അടുത്തത് നോക്കുക, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അല്ലേ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് നമ്മൾ എന്താണ് പറഞ്ഞത്? നാളെ ഇതേ സമയം ഞാൻ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് ഒരു കാര്യം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഇതേ സമയം എന്നാണ് പറഞ്ഞത് അല്ലേ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നോക്കുക. ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് by the time you reach back. She will have finished her homework by the time you reach back. എന്താണ്? ഇതേ സമയം നാളെ നീ വരുമ്പോഴത്തേനും അവൾ എന്താണ്? അവളുടെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ. നേരത്തെ പറഞ്ഞു നമ്മൾ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് പൂർണ്ണമാണ് എന്നുള്ളത്. അതായത് നാളെ ഇതേ സമയം നീ വരുമ്പോഴത്തേനും അവൾ ഹോംവർക്ക് ചെയ്ത് തീർത്തിരിക്കും, അത് ഉറപ്പാണ്, അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നാളെ ഈ സമയമാകുമ്പോഴേക്കും അത് ആക്ഷൻ കംപ്ലീറ്റ് ആകും
എന്നുള്ളത് ഉറപ്പിച്ച് പറയുമ്പോഴത്തേനും അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക ആക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കും എന്നാണ്. ഓക്കെ, അപ്പോൾ നാളെ ഈ സമയം ബൈ ദ ടൈം യു റീച്ച് ബാക്ക് അല്ലേ, നീ വരുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്, അവൾ അവളുടെ ഹോംവർക്ക് ചെയ്ത് തീർത്തിരിക്കും നീ വരുമ്പോഴത്തേക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ തീർത്തിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ ആക്ഷൻ കംപ്ലീറ്റ് ആകും ഈ സമയമാകുമ്പോഴേക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ആക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കും, ഇതേ സമയം കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്ന് പറയാനായിട്ട് ഫ്യൂച്ചർ എന്താണ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ടൈം വേർഡ്സ് ആണ് ബൈ ദ ടൈം, ബൈ നെക്സ്റ്റ് ഇയർ, ബൈ നെക്സ്റ്റ് മന്ത്, ബൈ ദ എൻഡ് ഓഫ് ദീസ് ഇയർ. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ നമ്മൾ പറഞ്ഞു അറ്റ് ദിസ് ടൈം ടുമോറോ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അറ്റ് ദിസ് എന്ന് വരുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസും, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ ബൈ ദ ടൈം, ബൈ എന്ന് വെച്ച് തുടങ്ങുന്നതൊക്കെ എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റും. അറ്റ് ദിസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസും ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ വേർഡ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി സ്ട്രക്ചർ നോക്കാം. ഷീ എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? സബ്ജക്റ്റ് ആണ്. പ്ലസ് വില്ലുണ്ട് അല്ലേ, വില്ല് വരാം അല്ലെങ്കിൽ ഷാല് വരാം. അപ്പോൾ വിൽ ഓർ ഷാൽ പ്ലസ് ഇവിടെ എന്താണ്? ഹാവ് ആണ് അല്ലേ. സോ ഹാവ് പ്ലസ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോഴത്തേനും V3 ആണ് കേട്ടോ. ഫിനിഷ്ഡ് എന്നാണ്. അപ്പോൾ തേർഡ് ഫോം ആണ് വരുന്നത്. V3 പ്ലസ് റിമൈനിങ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് ആണ് വരിക. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് റിമൈനിങ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ്. നമ്മൾ പറഞ്ഞു ഹാവിൻ്റെ കൂടെ ഹാസ്, ഹാവ്, ഹാഡ് വന്നാൽ അതിൻ്റെ കൂടെ എന്തേ വരൂ? V3 ഫോം ഓഫ് ദി വെർബേ വരൂ എന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഹാവ് ആണ്, ഹാവിൻ്റെ കൂടെ V3 വരുള്ളൂ. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് എന്തിൻ്റെ? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. നാളെ ഇതേ സമയം നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ആക്ഷൻ കംപ്ലീറ്റ് ആവും എന്ന് പറയുന്നതിനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സ്ട്രക്ചർ ഓർത്തിരിക്കുക, ടൈം വേർഡ്സും ഓർത്തിരിക്കുക. അടുത്തത് നോക്കാം, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എക്സാമ്പിൾ നോക്കാം. ബൈ നെക്സ്റ്റ് സെപ്റ്റംബർ ഐ ഷാൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇൻ ടാലൻറ്റ് അക്കാദമി ഫോർ 1 year. എന്താണ് പറയുന്നത്? ബൈ നെക്സ്റ്റ് സെപ്റ്റംബർ, അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴത്തേനും ഐ ഷാൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇൻ ടാലൻറ്റ് അക്കാദമി ഫോർ 1 year. അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഞാൻ ടാലൻറ്റ് അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 1 വർഷം ആകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ടാലൻറ്റ് അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 1 വർഷം തികയുന്നത് സെപ്റ്റംബർ ആകുമ്പോഴാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴത്തേനും വരാൻ പോകുന്ന ഒരു മാസം അല്ലേ, അതാണ് പറയുന്നത്. അപ്പോൾ ഭാവിയിലെ ഒരു മാസം, അപ്പോഴേക്കും നമ്മൾ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അവിടെ തന്നെയാണ്. ആ ഒരു സെപ്റ്റംബർ ആകുമ്പോഴത്തേനും നമ്മൾ 1 വർഷം ആകും എന്ന് പറയുമ്പോൾ എന്താണ്? കംപ്ലീറ്റ് ആവുകയാണ് അടുത്തതിൽ. പക്ഷെ ഇപ്പോഴും നമ്മൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആണ് ആക്ഷൻ, ആ സമയമാകുമ്പോഴേക്കും കംപ്ലീറ്റ് ആകും. പക്ഷെ ഇപ്പോഴും നമ്മൾ അവിടെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസും ആണ് അല്ലേ. അപ്പോൾ അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് അടുത്തൊരു മാസം ആകുമ്പോഴേക്കും അത് ഇത്ര വർഷമാകും, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വർഷമാകുമ്പോഴത്തേനും ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് 5 വർഷം പൂർത്തിയാകും എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും ആ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അടുത്ത വർഷമാകുമ്പോഴത്തേനും 5 വർഷം കംപ്ലീറ്റ് ആകും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അടുത്ത ഒരു സമയമാകുമ്പോഴത്തേനും ഇത്ര പൂർത്തിയാകും, അങ്ങനെ ഒരു പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് പഠിച്ച് വെക്കുക. ഇത് അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല അല്ലേ, എപ്പോഴെങ്കിലും ആണ് യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്ക് സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് സ്ട്രക്ചർ നോക്കാം. ബൈ നെക്സ്റ്റ് സെപ്റ്റംബർ എന്നൊക്കെ പറയുമ്പോഴത്തേനും അത് ടൈം വേർഡ്സ് ആണ്. അടുത്ത് നോക്കാം. ഐ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ് ആണ് അല്ലേ. ഐ സബ്ജക്റ്റ് പ്ലസ് ഷാലുണ്ട്. അപ്പോൾ വില്ല് വരാം അല്ലെങ്കിൽ ഷാല് വരാം. വിൽ ഓർ ഷാൽ പ്ലസ് എന്തുണ്ട്? ഇവിടെ ഹാവ് ഉണ്ട് അല്ലേ. ഹാവ് പ്ലസ് ഇവിടെ എന്തുണ്ട്? ഹാവ് കഴിഞ്ഞിട്ട് ബീൻ ഉണ്ട്. അപ്പോൾ ആ ബീൻ ചേർക്കണം. ഹാവ് പ്ലസ് ബീൻ പ്ലസ് സ്റ്റഡിയിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ING ഫോം ഓഫ് ദി വെർബാണ് അല്ലേ. അപ്പോൾ വെർബ് പ്ലസ് ING പ്ലസ് എന്താണ്? റിമൈനിങ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് കൂടി ഉണ്ട്.
അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രക്ചർ പഠിച്ചിരിക്കുക. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ എന്ത് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത ഒരു സമയമാകുമ്പോഴത്തേനും ഇത് കംപ്ലീറ്റ് ഇത്ര ആയിരിക്കും എന്ന് പറയുന്ന ഒരു എന്താണ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സ്ട്രക്ചർ ഓർത്തിരിക്കുക. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേനും നമ്മുടെ ടെൻസസ് എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് പറ്റിയാൽ ഡിസ്കസ് ചെയ്യാം അടുത്തൊരു ക്ലാസ്സിലായിട്ട്. ഓക്കെ, അപ്പോൾ ടെൻസസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താണ് നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.